പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ സുരേന്ദ്രൻ മാത്രമായിട്ടും പ്രഖ്യാപിക്കാൻ വൈകുന്നു. മുഖ്യ ഘടകകക്ഷിയുടെ നേതാവ് ഇതുവരെ മത്സരിക്കുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇരു മുന്നണികളും പ്രചാരണത്തിൽ മുൻപിലെത്തിയിട്ടും ജയസാധ്യത പോലുമില്ലാത്ത മണ്ഡലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തീർക്കാനാവാതെ BJP. അണികളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി നേതാക്കളും. ഏറ്റവും അനുകൂല സാഹചര്യമുണ്ടായിട്ടും മുതലാക്കാനാവാതെ ജനങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം. BJPയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയില്ല. ഇന്ന് പുലർച്ചെ 36 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. PS ശ്രീധരൻപിള്ളയെ അവസാന നിമിഷം ഒഴിവാക്കി K സുരേന്ദ്രന് പത്തനംതിട്ട ഉറപ്പിക്കുന്നതായിരുന്നു ധാരണ. ചൊവ്വാഴ്ച ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ധാരണയുണ്ടായിട്ടും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനന്തമായി നീളുകയാണ്. ഇത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് വഴിവെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് BJPയിലെ സംസ്ഥാന നേതാക്കൾക്ക് പോലും അറിയില്ല. പ്രചാരണം തുടങ്ങാനാവാതെ പത്തനംതിട്ടയിലെ BJPക്കാർ വലിയ പ്രതിസന്ധിയിലുമാണ്. അണികളുടെ ചോദ്യത്തിന് നേതൃത്വത്തിന് കൃത്യമായ ഉത്തരവുമില്ല. പത്തനംതിട്ടയ്ക്കൊപ്പം തൃശൂരിലും അനിശ്ചിതത്വം തുടരുകയാണ്. തൃശൂർ സീറ്റ് BDJSനാണ് നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നാണ് BJPയുടെ നിലപാട്. എന്നാൽ ഇനിയും തുഷാർ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല. ഇതും BJPയെ വെട്ടിലാക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ആഗ്രഹിച്ച സീറ്റാണ് പത്തനംതിട്ട. എന്നാൽ K സുരേന്ദ്രന് വേണ്ടി അണികൾ മുറവിളി കൂട്ടിയപ്പോൾ സീറ്റ് സുരേന്ദ്രന് ലഭിക്കുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ പ്രതീക്ഷ തെറ്റിച്ച് സീറ്റ് ഒഴിച്ചിട്ടാണ് രണ്ടാം പട്ടികയുടെയും പ്രഖ്യാപനം വന്നത്. ഇത് സുരേന്ദ്രൻ അനുകൂലികളെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ് എന്നും തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വം ആണ് എന്നും PS ശ്രീധരൻപിള്ള ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിരുന്നു. സ്വാഗതാർഹമായ പട്ടികയാണ് BJP ദേശീയ നേതൃത്വം പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. കേരളത്തിൽ ഇരു മുന്നണികളുടെയും ശക്തമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ NDAക്ക് കഴിയും. BJP സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനം തയ്യാറാകുമെന്നും ശ്രീധരൻപിള്ള അവകാശപ്പെട്ടിരുന്നു. രണ്ട് മുന്നണികൾക്കുമെതിരെ ജയിച്ച് മുന്നേറാൻ NDAക്ക് കഴിയും. 4 സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ്. ശക്തമായി മത്സരിച്ച് രണ്ട് മുന്നണികളെ ചെറുത്തു തോൽപ്പിച്ച് ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാനും കഴിയും. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് ചർച്ചയെല്ലാം തീർന്നതാണ്. ഭേദഗതി ഉണ്ടായിട്ടില്ല എന്നും ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. പത്തനംതിട്ടയിൽ സംസ്ഥാനം നിർദ്ദേശിച്ചത് ഒറ്റപ്പേര് മാത്രമാണ് എന്ന് MT രമേശും പറഞ്ഞിരുന്നു. കേന്ദ്രം ആ പേര് പ്രഖ്യാപിക്കാത്തത് എന്ത് എന്ന് അറിയില്ല. പത്തനംതിട്ട വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അതുകൊണ്ടാകാം കേന്ദ്ര നേതൃത്വം കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറി നിന്നത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എന്നും MT രമേശ് പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും മുന്നണികൾ പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. എന്നിട്ടും വിജയസാധ്യതയുണ്ട് എന്ന് നേതാക്കൾ വിലയിരുത്തിയ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് BJPക്ക് നാണക്കേടുണ്ടാക്കുന്നത് തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പത്തനംതിട്ട സീറ്റ് തേടി സുരേന്ദ്രൻ അനുകൂലികൾ വലിയ കലാപം തന്നെ സൃഷ്ടിച്ചിരുന്നു. അമിത്ഷായുടെ സോഷ്യൽ മീഡിയ പേജിൽ സുരേന്ദ്രന് വേണ്ടി പൊങ്കാല തന്നെ സുരേന്ദ്രൻ അനുകൂലികൾ നടത്തിയിരുന്നു. സമൂഹമാധ്യമത്തിൽ സുരേന്ദ്രന് വേണ്ടി ഉയർന്ന കനത്ത പിന്തുണയും RSSന്റെ ഇടപെടലുമാണ് പത്തനംതിട്ടയിൽ പിള്ളയുടെ പേരിനു പകരം സുരേന്ദ്രന്റെ പേര് ഉയരാൻ കാരണമായത്. ശബരിമല കർമ്മസമിതിയുടെ പിന്തുണയും K സുരേന്ദ്രന് ഈ കാര്യത്തിൽ ലഭിച്ചു എന്നാണ് വിവരം. ശബരിമല വിഷയത്തിൽ സമരത്തിന് മുന്നിൽ നിന്ന നേതാവായിരുന്നു K സുരേന്ദ്രൻ. ഈ സമരത്തിന്റെ പേരിൽ സുരേന്ദ്രൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതാണ് ശബരിമല കർമ്മസമിതി RSS പിന്തുണകൾ സുരേന്ദ്രന് ലഭിക്കാൻ കാരണമായത്.